വൈകുന്നേരം എത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. മല്ലു ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ IAS ഉദ്യോഗസ്ഥൻ കെ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാൻ കഴിയില്ലെന്ന് അന്വേഷണ റിപ്പോർട്ട്. വിദ്വേഷ പരാമർശങ്ങൾ ഗ്രൂപ്പിലില്ലെന്നും ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് പരാതിയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പ്രാഥമിക അന്വേഷണം നടത്തിയ നർക്കോട്ടിക്സിൽ ACP റിപ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറി. മൂന്നാമതൊരാൾ നൽകിയ പരാതിയിൽ കേസെടുക്കാനാകില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റിനു ശ്രീധറാണ് നമുക്കൊപ്പം ചേരുന്നത്. റിനു ശ്രീധർ, ഈ ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നതിൻ്റെ പേരിൽ മാത്രം ഒരു വിദ്വേഷ ഗ്രൂപ്പ് ഉണ്ടാക്കി എന്ന നിലയിൽ കേസെടുക്കാൻ കഴിയില്ല. പകരം അതിൽ ആർക്കെങ്കിലും പരാതി വേണം, അതിലുള്ള ചാറ്റുകളിൽ വർഗീയ പരാമർശം ഉണ്ടാവണം. ഇത് രണ്ടും ഇല്ലാത്തത് കൊണ്ടാണോ ഇപ്പോൾ കേസെടുക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് അന്വേഷണ സംഘം എത്തിയത്? അരുൺകുമാർ, ഒരു അസാധാരണമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നാർക്കോട്ടിക് സെൽ ACP ആയിട്ടുള്ള അജിത് ചന്ദ്രൻ നായരാണ് സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാറിന് ഈ മല്ലു വാട്സപ്പ് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു അന്വേഷണ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇതിൽ പറയുന്നത് ഇത് ഹാക്കിങ്ങിലൂടെ അല്ല ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതെന്ന് മാത്രമാണ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഗോപാലകൃഷ്ണനാണ് ഇത് ചെയ്തതെന്ന് ഒരു കാരണവശാലും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അത് മറ്റൊന്ന്, ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയതല്ലാതെ ഇതിലൂടെ വിദ്വേഷ പരാമർശങ്ങളോ അല്ലെങ്കിൽ മതവിദ്വേഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു മെസ്സേജ് കൈമാറിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേസ് എടുക്കേണ്ടുന്ന ഒരു നടപടിയിലേക്ക് പോകണ്ട എന്നുള്ളതാണ് നിലവിൽ ഈ ഒരു അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ആരും പരാതി നൽകിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കേസെടുക്കാം. പക്ഷേ ഇത് മറ്റൊരാളാണ്. നമുക്കറിയാം, കൊല്ലം DCC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ജലീൽ കുളപ്പാടമാണ് ഈ ഒരു പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈ മൂന്നാമതൊരാൾ നൽകിയ പരാതിയിന്മേൽ ഒരു അന്വേഷണം അല്ലെങ്കിൽ കേസെടുക്കേണ്ട എന്നുള്ളൊരു നിലപാടിലേക്കാണ് നിലവിലിപ്പോൾ ഈ പ്രാഥമിക അന്വേഷണത്തിലെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. ഇത് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ട് കൃത്യമായി തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ സർക്കാരിന് നൽകും. അതിനുശേഷം സർക്കാരായിരിക്കും നിലവിൽ ഈ ഒരു തീരുമാനം എന്താണ് എന്നുള്ളത് എടുക്കുക. എന്തായാലും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് നർക്കോട്ടിക് സെൽ ACP അജിത് ചന്ദ്രൻ നായർ, സ്പർജൻ കുമാർ സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ തിരുവനന്തപുരം സിറ്റി DCP ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണത്തിലും ഈ ഗോപാലകൃഷ്ണൻ IASനെതിരെ നടപടി എടുക്കേണ്ട അല്ലെങ്കിൽ അന്വേഷണം നടത്തേണ്ട, കേസെടുക്കേണ്ട എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. വീണ്ടും പോലീസ് നടത്തിയ അന്വേഷണത്തിലും ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കേണ്ട എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അരുൺകുമാർ. ശരി, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്.